ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊടും കുറ്റവാളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ സൈബർ വിദഗ്ധനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനൊരുങ്ങുന്നു ക്രൈംബ്രാഞ്ച്. സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യമുള്ള വ്യക്തിയെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യമുള്ള വയോധികന്റെ ചിത്രങ്ങളും താമസ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളും സൈബർ വിദഗ്ധൻ പുറത്തുവിടുകയായിരുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ സൈബർ വിദഗ്ധൻ നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സൈബർ വിദഗ്ധൻ ബ്രൂണയിൽ തന്നെ പോയി ഒരു അന്വേഷണം നടത്തി എന്നാണല്ലോ നമുക്ക് അറിയാനാകുന്നത്. അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചു, മലയാളികളുമായി സംസാരിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇവിടെ അന്വേഷണ സംഘം 10-42 വർഷമായി അന്വേഷണം നടത്തിയിട്ടും പിടികിട്ടാ പുള്ളിയെ താൻ കണ്ടെത്തി എന്ന് സൈബർ വിദഗ്ധൻ പറയുമ്പോൾ അയാളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എടുക്കുക എന്ന രൂപത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയാണോ? ഈ സൈബർ വിദഗ്ധൻ എവിടെയാണുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ടോ ക്രൈംബ്രാഞ്ചിന്? സ്മൃതി, ഈ സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള വ്യക്തിയുടെ ചിത്രം ഉൾപ്പെടെ പുറത്തുവിട്ട ഇത് പോലീസിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ട ഈ സൈബർ വിദഗ്ധനെ നേരിട്ട് കണ്ട വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ പോലീസ് മേധാവി നൽകിയ നിർദ്ദേശം. പക്ഷേ ഇതുവരെ സൈബർ വിദഗ്ധരുമായി ആശയവിനിമയം നടത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുമായി പോലീസ് സംസാരിക്കുന്നുണ്ട്. സൈബർ വിദഗ്ധനെ ബന്ധപ്പെടുത്തി തരാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും സൈബർ വിദഗ്ധന്റെ സഹായമുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം ഏറെ ദിവസങ്ങൾ, ഏതാണ്ട് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സൈബർ വിദഗ്ധൻ ഇങ്ങനെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ വ്യക്തിയാണ് സുകുമാരക്കുറുപ്പെന്ന് ഈ സൈബർ വിദഗ്ധൻ ആണയിട്ട് പറയുന്നത്. പക്ഷെ അത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി പോലീസിനെ കബളിപ്പിച്ച്, അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയുന്ന വ്യക്തിയെ ഇത് സുകുമാരക്കുറുപ്പെന്ന് ആ സൈബർ വിദഗ്ധൻ പറയുമ്പോൾ അതിലേക്ക് അന്വേഷണം എത്തി. എങ്ങനെയാണ് ഈ വ്യക്തിയിലേക്ക് എത്തിയത് ഈ സൈബർ വിദഗ്ധൻ എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല DNA പരിശോധന ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെടാൻ, സൈബർ വിദഗ്ധനോട് ആവശ്യപ്പെടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ സൈബർ വിദഗ്ധനിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അതിനിടയിൽ പഴയ സുകുമാരക്കുറുപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട, ചാക്കോന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ പരിശോധന രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമാണ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ക്രൈംബ്രാഞ്ച് വേഗത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്.